വെറും 17,999 രൂപയ്ക്ക് ഗ്ലാസ് ബോഡി, അതുപോലെ കർവ്ഡ് ഡിസ്പ്ലേ, മികച്ച പെർഫോമൻസ്, മികച്ച ക്യാമറ, ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ഇന്ത്യൻ ബ്രാൻഡ്. അത്തരമൊരു ഫോൺ കിട്ടണമെങ്കിൽ അത് ലാവ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ലാവ ബ്ലേസ് കർവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോണാണ് ലാവ ബ്ലേസ് കർവ് എന്ന് പറയുന്ന 5G സ്മാർട്ട് ഫോൺ. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീ സർവീസ് അറ്റ് ഹോം ആണ്. അതായത് വാറന്റി പീരീഡിൽ ഈ ഒരു ഫോൺ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും നിങ്ങളുടെ വീട്ടിലെത്തും ടെക്നീഷ്യൻ. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് കൂടിയാണ്. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നത്. നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. അതിൻ്റെ ബാക്ക് കേസും കാര്യങ്ങളൊക്കെ ഉള്ള കവറാണ് ഇരിക്കുന്നത്. അതുകൂടാതെ സ്മാർട്ട് ഫോൺ ഇരിക്കുന്നു. നമുക്ക് ഫോണിനകത്തേക്ക് വരാം. ഔട്ട്ഡോറിൽ നിന്ന് അൺബോക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെയും കൺവീനിയൻസ് ഇല്ല. എന്തായാലും നമുക്ക് സെറ്റപ്പ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് പുറത്തെടുത്തു. കാണാൻ അടിപൊളി ലുക്കാണ്, ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാലും നമ്മളിത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കിയാലും നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഗ്ലാസ് ബോഡിയാണ്. എനിക്ക് തോന്നുന്നു വളരെ തിന്നായിട്ടുള്ള ഒരു ഗ്ലാസ് ബോഡിയൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ഫീൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ചില പ്ലാസ്റ്റിക് ബോഡിയുള്ള ഫോണുകൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് ബോഡി ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഗ്ലാസ് ബോഡി ആണെങ്കിലും പ്ലാസ്റ്റിക് ഫീലാണ് വരുന്നത്. ഇവിടെ ലാവ 5G എന്ന് എഴുതിയിട്ടുണ്ട്. iPhone 15 സീരീസിലൊക്കെ കാണുന്ന പോലുള്ള ഒരു ക്യാമറ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഗ്ലാസ് ബോഡി ആണെങ്കിലും ഈ കാണുന്ന സെന്റർ ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. ചാർജിങ്ങിന് Type-C പോർട്ടും അതുപോലെ സ്പീക്കർ ഗ്രില്ല് കാണാം. ഇവിടെ മൈക്രോഫോൺ, സിം ട്രേ, അതുപോലെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ IR ബ്ലാസ്റ്റർ കാണും. സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ബാക്ക് സൈഡ് ഇത്തരത്തിൽ ഈ ഒരു സൈഡ് രണ്ടും കർവ്ഡ് ആണ്. ഡിസ്പ്ലേയും കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡും കൂടി ഇങ്ങനെ പോയിന്റ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഫോണിന്റെ തിക്നെസ് വളരെ കുറവാണ്. കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെ തിക്നെസ് കുറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 200 ഗ്രാമിൽ താഴെയാണ് ഇതിന്റെ ഒരു വെയിറ്റ്. ഓവർ വെയിറ്റ് ഒന്നുമില്ല. കയ്യിൽ പിടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. കാരണം ഈ ഒരു ഫോൺ വിഡ്ത്ത് വളരെ കുറഞ്ഞു, ഹൈറ്റ് കൂടിയ ഒരു ഡിസൈനാണ്. നമുക്ക് കയ്യിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കനം കുറഞ്ഞ് നീളം കൂടിയ ഒരു ഫോം ഫാക്ടർ. ഫോണിന്റെ ബാക്കിൽ പോലും കോണിംഗ് ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോറലുകളൊന്നും ബാക്കിൽ വരില്ലെന്ന് ആശ്വസിക്കാം. ഇതിന്റെ ഡിസ്പ്ലേ നമ്മൾ പേപ്പറിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ എഴുതി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതായത് 6.67 ഇഞ്ച് ഡിസ്പ്ലേ, AMO LED ഡിസ്പ്ലേ, ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്. പക്ഷേ ഈ ഡിസ്പ്ലേക്ക് ഒരു ഇച്ചിരി സാച്ചുറേഷൻ കൂടുതലാണോ എന്നൊരു ചെറിയ സംശയമുണ്ട്. സാധാരണ നോർമൽ ഫോണുകളുടെ ഡിസ്പ്ലേക്കാൾ ഒരു അല്പം കളർ ഒരു പൊടിക്ക് കൂടി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് സെഗ്മെന്റിലേക്ക് കർവ്ഡ് ഡിസ്പ്ലേ കൊണ്ടുവന്ന ആദ്യ സ്മാർട്ട് ഫോൺ ആയിരുന്നു Realme 10 Pro Plus. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഇത് അതിനും അപ്പുറത്തേക്ക് മാറി. അതായത് 17,999 രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കർവ്ഡ് ഡിസ്പ്ലേ കൊണ്ടുവരുന്നത്. സാധാരണ ഇന്ത്യൻ ബ്രാൻഡിന്റെ ഫോണുകൾക്ക് ഈ പറഞ്ഞ പോലെ പൊതുവെ ഒരു അഗ്രസീവ് പ്രൈസിംഗ് ആണ്. ലാവ ഇന്ത്യൻ ബ്രാൻഡാണ്. അതുകൊണ്ടായിരിക്കണം കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഫോണിനകത്ത് മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 800 നിറ്റ്സ് ആണ്. ഇത് നമ്മൾ ഇത്തരത്തിൽ വളരെ സൺലൈറ്റ് ഉള്ള, അതായത് ഉച്ചയ്ക്ക് 1:15 മണി സമയത്താണ് പുറത്തുനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു സൺലൈറ്റിൽ ഇതിന്റെ ഡിസ്പ്ലേക്ക് വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. 800 നിറ്റ്സ് എന്ന് പറയുന്നത് ഇന്ന് 4000 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന ഫോണുണ്ട്. പക്ഷേ അതിന്റെ പ്രൈസ് കൂടി അത്തരം ഫോണുകൾ നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട്. ഈ 17,999 800 നിറ്റ്സ് ഓക്കെ. മീഡിയടെക്കിന്റെ Dimensity 7050 എന്ന് പറയുന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് വരുന്നത്. അതുപോലെ 8GB റാം 128GB ആണ് സ്റ്റോറേജ് ബേസ് വേരിയന്റ്. അതുപോലെ തന്നെ 8GB റാം 256GB ആണ് ഇതിന്റെ ഹയർ സ്റ്റോറേജ് ഓപ്ഷൻ. അങ്ങനെ രണ്ട് സ്റ്റോറേജ് ഓപ്ഷനാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. റാം 8GB തന്നെയാണ്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്തുള്ള റാം എന്ന് പറയുന്നത് LPDDR5 റാം ആണ്. അതുപോലെ സ്റ്റോറേജ് ഓപ്ഷൻ എന്ന് പറയുന്നത് UFS 3.1 ആണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അടുത്തിടെ പുറത്തിറങ്ങിയ നത്തിങ്ങിന്റെ ഫോൺ 2 എന്ന് പറയുന്ന ഫോണിനകത്ത് പോലും LPDDR4X റാമും അതുപോലെ UFS 2.2 ആയിരുന്നു. അതിന് ഈ ഒരു ഫോണിനേക്കാൾ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ലേറ്റസ്റ്റ് റാമും അതുപോലെ ലേറ്റസ്റ്റ് സ്റ്റോറേജ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് ഈ പ്രൈസ് പോയിന്റിലും കൊടുത്തിരിക്കുന്നത്. ഏകദേശം 5,80,000 പുറത്തുള്ള, അതായത് 6 ലക്ഷത്തിന് അടുത്തുള്ള ഒരു AnTuTu സ്കോറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഇതൊരു 5G പ്രോസറാണ്. ഒരു ഡീസന്റ് പ്രോസസർ എന്ന് വേണം പറയാൻ. 5,80,000 AnTuTu സ്കോർ. ഇപ്പോൾ 21-22 ലക്ഷം AnTuTu സ്കോർ തരുന്ന പ്രോസസർ ആയിട്ടുള്ള Snapdragon 8 Gen 3 ഉണ്ട് ടോപ്പ് ഫോണുകളിൽ. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോസർ. ഒരു ഭയങ്കര ഹെവി ഗെയിമിംഗ് ഒന്നും ഈ ഒരു ഫോണിനകത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. മീഡിയം സെറ്റിംഗിൽ നമുക്ക് BGMI പോലുള്ള ഗെയിമുകളൊക്കെ ഈ ഒരു ഫോണിനകത്ത് കളിക്കാനാകും. ഈ ഒരു ഫോണിനകത്ത് നമ്മൾ BGMI ആണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഗ്രാഫിക്സ് സ്മൂത്തിലും ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിലിട്ടാണ് ഞാൻ ഗെയിം പ്ലേ ചെയ്തത്. സാധാരണ സ്മൂത്തിലിട്ട് ഗെയിം കളിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് ക്വാളിറ്റി ഭയങ്കര മോശമായിരിക്കും. പക്ഷേ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സാച്ചുറേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നതിന് സുഖമുണ്ട്, കളിക്കുന്നതിനും നല്ലൊരു സുഖമുണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഫോണിന്റെ ബോക്സിനോടൊപ്പം 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുമുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് ഏതാണ്ട് സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലഭിക്കും. കാരണം ഇതിനകത്ത് ഒരു ബ്ലോട്ട് വേസുകളും അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. ബ്ലോട്ട് വേസ് ഇല്ല, കംപ്ലീറ്റ് ബ്ലോട്ട് വേസ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. 2 പ്രധാനപ്പെട്ട ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ലാവ പറയുന്നത്. പക്ഷേ ഈ ഒരു ഫോണിന് ഒരു കുറവുണ്ട്. 2024 മാർച്ച് മാസമേ ഇപ്പോൾ ഈ ഒരു ഫോൺ ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദ ബോക്സ് വന്നിരിക്കുന്നത്. പിന്നെ 2 മേജർ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് 15 വരെ വരും. പക്ഷേ ഇന്ന്
പറയുന്ന പല ഫോണുകളും ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. ഈ പറഞ്ഞ 2ഉം 4ഉം ഒക്കെ മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും വരുന്നുണ്ട്. പക്ഷേ ഇത് ആൻഡ്രോയിഡ് 13 ഇറങ്ങുന്നു എന്നുള്ളതൊരു കുറവ് തന്നെയാണ്. വൈഫൈ 6ഉം ബ്ലൂടൂത്ത് വെർഷൻ 5.2 നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ടും കൊടുത്തിട്ടില്ല. അത് മറ്റൊരു കുറവാണ്. അപ്പോൾ NFC ഒന്നും എല്ലാവർക്കൊന്നും വലിയ യൂസ് വരുന്നതാണെങ്കിലും ഈ പ്രൈസ് പോയിന്റിലുള്ള പല ഫോണുകളിൽ NFC സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് മറക്കരുത്. ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ ഫോണുകളിൽ സൈഡ് ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരുവിധം ഫാസ്റ്റ് ആയിട്ട് തന്നെ അൺലോക്ക് ആവുന്നുമുണ്ട്. IR ബ്ലാസ്റ്റർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിമോട്ടിന് പകരമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്തായാലും നല്ല കാര്യം. ക്യാമറ വെച്ചുകൊണ്ട് ഇതുപോലെ ഫോട്ടോകൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഷട്ടർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പടപടാ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും നമുക്ക് ഫോട്ടോ കിട്ടില്ല. വളരെ ചില ഫോട്ടോകൾ മാത്രമേ കിട്ടും. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ വൈസ് ക്യാമറ നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ 3 ക്യാമറ, 64 മെഗാ പിക്സലിലെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സൽ മാക്രോ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിന്റെ ഡിസ്പ്ലേ ഇച്ചിരി സാച്ചുറേഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾ ഈ ഫോണിലൂടെ കാണുമ്പോൾ സാച്ചുറേറ്റഡ് ആയി കാണും. ആക്ച്വലി ഈ ഫോണിന്റെ ഫോട്ടോ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ വേറൊരു ഫോണിലേക്കോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലേക്കോ ട്രാൻസ്ഫർ ചെയ്യണം ആ ഫയലുകൾ. എങ്കിലും കൃത്യമായിട്ട് അറിയാൻ പറ്റും ഡിസ്പ്ലേക്ക് സാച്ചുറേഷൻ കൂടുതലാണ്. സെൽഫി ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് ഇത് ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് നമ്മൾ കാണാറുള്ളത് പതിവായി. പക്ഷേ ഇവിടെ 32 മെഗാ പിക്സലിന്റെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോകളാണ് ഇതിന്റെ ഏകദേശം ഒരു യഥാർത്ഥ ക്വാളിറ്റിയിൽ കാണപ്പെടുന്ന ഫോട്ടോകൾ. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡും അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫുൾ HD-യിലുമാണ് നമുക്ക് ഇതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അത് കുറവായിട്ട് പറയുന്നില്ല. കാരണം ഇതിൽ നിന്ന് വില കൂടിയ ഫോണുകൾ പോലും ഫ്രണ്ട് ക്യാമറയിൽ 4K അങ്ങനെ കൊടുത്ത് കാണാറില്ല. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് ഈ പറഞ്ഞ പോലെ 2-3 കുറവുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡിസ്പ്ലേയുടെ കളർ ഓവർ സാച്ചുറേറ്റഡ് ആണ്. അതുപോലെ NFC സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. ആൻഡ്രോയിഡ് 13 ആണ്, ആൻഡ്രോയിഡ് 14 അല്ല നൽകിയിരിക്കുന്നത്. ഇതിന്റെ ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ഷട്ടർ ലാഗ് ഉണ്ട്. എന്നീ കുറവുകൾ മാറ്റി നിർത്തിയാൽ 17,999 രൂപയ്ക്ക് തരക്കേടില്ലാത്തൊരു സ്മാർട്ട് ഫോണാണ് ലാവ. ഈ പറഞ്ഞ ആ പ്രൈസ് പോയിന്റിൽ നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ, അതുപോലെ ഗ്ലാസ് ബോഡി, LPDDR5 RAM, UFS 3.1, മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7050 പ്രോസസർ, 5G ഫോൺ ഇതെല്ലാം നൽകുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും മൾട്ടിമീഡിയ കൺസംഷൻ അടിപൊളിയാണ്. സിനിമ കാണാനൊക്കെ അടിപൊളിയായിരിക്കും. കാരണം ഇതിന്റെ ഡിസ്പ്ലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ നല്ല ഒരു നയനസുഖം ഇതിന്റെ ഡിസ്പ്ലേ നൽകും. പക്ഷേ കളർ ആക്യുറേറ്റ് അല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്ത് തന്നെയായാലും 17,999 രൂപ പ്രൈസ് പോയിന്റിൽ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതും സ്പെഷ്യലി ചൈനീസ് ബ്രാൻഡ് അല്ല, ഇന്ത്യൻ ബ്രാൻഡ് ആണ് എന്നുള്ളതും ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആണ്. കർവ്ഡ് ഡിസ്പ്ലേ ഈ പ്രൈസ് പോയിന്റിലേക്ക് ലാവ കൊണ്ടുവന്നു എന്നുള്ളതും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് വേണം എടുത്ത് പറയാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.